ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഒരമ്മയുടെയും ഒരു മകൻ്റെയും കഥ. അതായത് നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ പേര് അഖിൽ. അഖില് നല്ല രീതിയിൽ കറുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അവന് പെണ്ണൊന്നും കിട്ടാറില്ല. അവൻ്റെ ആഗ്രഹം അവൻ വീഡിയോയിലൂടെയാണ് തീർത്തിട്ടുണ്ടായിരുന്നത്. അവന് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കറുപ്പ് ഇഷ്ടമല്ല എന്നാണ് അവൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ അവൻ വിചാരിക്കുന്നത് പോലെ തന്നെ അവന് പെണ്ണും കിട്ടാറില്ല. എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ അവന് ആകെയുള്ള ഒരു തുണ എന്ന് പറയുന്നത് അവൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ്. കാരണം ചെറുപ്പം തൊട്ടേ അപ്പോൾ അവൻ്റെ രാവിലെ മുതലുള്ള വീട്ടിലത്തെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. രാവിലെ എഴുന്നേറ്റ ഉടനെ അവൻ ജോലിക്കും ചെന്ന് ഒരു വൈകിട്ട് ഒരു 3:30 ആകുമ്പോഴേക്കും അവൻ്റെ ജോലി കഴിഞ്ഞ് അവൻ വീട്ടിലെത്തിക്കോളും. അവൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ റിക്ഷകളിലൊക്കെ ഓറഞ്ച് വിൽക്കില്ലേ, അതുപോലെ ഓറഞ്ച് ചോളാൻ അങ്ങനത്തെ വിൽക്കലാണ് അവൻ്റെ ജോലി. അവന് നല്ല സന്തോഷമുള്ള ജോലിയാണ്. ദിവസം 300 രൂപയാണ് അവന് കിട്ടാറുള്ളത്, മാസം 3000 രൂപയും. അങ്ങനെ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പെണ്ണ് കിട്ടുക. അവന്റെ മനസ്സിലുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ: പെണ്ണ് കെട്ടുക, അവളോടൊപ്പം ഒത്ത് ചിരിക്കുക, അമ്മയ്ക്കൊരു സന്തോഷം, അമ്മയ്ക്കൊരു കൂട്ട്, ഒരു കുഞ്ഞിക്കാലും. അതൊക്കെയായിരുന്നു അവന്റെ സ്വപ്നം, അവന്റെ അമ്മയുടെ സ്വപ്നവും. അവന്റെ അമ്മയും കുറെ ശ്രമിച്ചു അവനൊരു പെണ്ണിന് വേണ്ടി. പക്ഷെ എവിടെന്നും അത് സെറ്റാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം അവന് അവന്റെ ഏട്ടന്റെ ഭാര്യ തുണയായി. എങ്ങനെയാണെന്ന് വെച്ചാല് എപ്പോഴും ചെറുപ്പം തൊട്ടേ ഞാനും ഏട്ടനും അമ്മയുടെ ഇടയിൽ കുടുങ്ങിപ്പോയതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പണി കഴിഞ്ഞ് 4 മണിയാകുമ്പോഴേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ വെറുതെ ഇരിക്കും. 5 മണി മുതൽ നമ്മുടെ വീട്ടിൽ സാധാരണ പതിവ് പോലെയുള്ള ഒരു കാര്യമാണ് സീരിയൽ എന്ന് പറയുന്നത്. എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചെറുപ്പം തൊട്ടേ അമ്മയുടെ ഇടക്ക് കുടുങ്ങിയതാണ് ഞാനും ചേട്ടനും. അമ്മ ചെറുപ്പം തൊട്ടേ നമുക്ക് റിമോട്ട് തരില്ല. അമ്മയുടെ സീരിയൽ കഴിഞ്ഞ് മാത്രം അവിടെ ആരും സീരിയൽ കണ്ടാൽ മതി എന്നുള്ള ഒരാളായിരുന്നു എൻ്റെ അമ്മച്ചി. അങ്ങനെ ഒരു ദിവസമല്ല, 4 കൊല്ലമായിട്ട് നമ്മൾ കാണുന്നതാണ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഏട്ടന്റെ ഭാര്യയും കൂടെ എൻ്റെ അടുത്ത് വന്നിരിക്കും. അപ്പോൾ പറയും, ഡി ഒന്ന് വന്നേ, എനിക്കൊന്ന് മേല് വേദന എടുക്കുന്നു, എനിക്കൊന്ന് കാല് വേദന, ഒന്ന് തിരുമ്പി തന്നെ. എനിക്കും എൻ്റെ അമ്മയ്ക്ക് നല്ല പോലെ അറിയാം എവിടെയാണ് ഇവള് ഈ തിരുമ്പാൻ പോകുന്നത്, അവൻ എവിടെ തിരുമ്പാനാണ് ഇവളെ വിളിച്ചത് എന്ന്. എപ്പോഴും 4 കൊല്ലമായിട്ടും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇവളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവനെയും കാട്ടിയും ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇവൾക്കാണ്. അല്ല, ഡെയിലി പോകുമ്പോ ആർക്കായാലും മടുക്കില്ലേ? ഇവന് വിളിക്കുമ്പോ തന്നെ അവള് അയ്യോ എനിക്ക് ഇന്ന് പറ്റത്തില്ല എന്നൊന്നും പറയില്ല. വിളിക്കാൻ താമസേ ഉള്ളൂ. അമ്മേ ഞാനിപ്പോ വരുന്നമ്മേ എന്ന് പറഞ്ഞ് അവള് റൂമിലോട്ട് കിടക്കും. പിന്നെ ഞാനും എൻ്റെ അമ്മയുള്ള കാര്യം ചേട്ടന്റെ ഭാര്യയും മറന്നു പോകും. കാരണം അമ്മാതിരി സൗണ്ടായിരിക്കും എനിക്കും ചേട്ടനും. എനിക്ക് അമ്മയ്ക്കും പുറത്തു നിന്ന് കേൾക്കുന്നത് അയ്യോ മതി മതി വേദനിക്കുന്നു എന്നൊക്കെ എനിക്കും എൻ്റെ അമ്മയ്ക്കും കേൾക്കും. പക്ഷെ കേട്ടിട്ട് എന്താ കാര്യം? പക്ഷെ എന്നാലും അവർക്കൊരു നാണക്കേട് വേണമല്ലോ. സ്വന്തം അമ്മയാണ് അവിടെ ഉള്ളത്, സ്വന്തം അനിയനാണ്. ഇവരിത് കേൾക്കും. എനിക്ക് തോന്നുന്നു അവർക്കറിയില്ല അത്ര ഇത് പുറത്തോട്ട് കേൾക്കുന്നുള്ള കാര്യം അവർക്കറിയില്ല. അതാണ് സംഭവം എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ പലപ്പോഴും ഞാൻ എൻ്റെ ആഗ്രഹം സാധിക്കുന്നത് ഈ 2 പേരുടെയും ഒച്ചയും ശബ്ദമൊക്കെ കേട്ട് ഞാൻ എൻ്റെതായ മനസ്സിൽ ഒന്നൊന്ന് ചിന്തിച്ച് കൂട്ടി അങ്ങനെയായിരുന്നു എൻ്റെ ദിവസവും പോകാറുള്ളത്. അങ്ങനെ ഒരു ദിവസം എനിക്ക് എൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് ഓർത്തു. എൻ്റെ കൺട്രോൾ പോലും കിട്ടുന്നില്ലായിരുന്നില്ല. എത്ര കഴിഞ്ഞിട്ടും എനിക്ക് ആദ്യം വീണ്ടും വീണ്ടും എന്തൊക്കെയോ പോലെ. അപ്പൊ എനിക്കൊരാഗ്രഹം, ഇവർ സീരിയല് കഴിഞ്ഞ് വൈകിട്ട് കഴിഞ്ഞെങ്കിലും രാത്രി ഒന്നുകൂടെ തുടരും, അതൊന്ന് കാണാമല്ലോ വിചാരിച്ച ഞാൻ രാത്രി ഏട്ടത്തി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റൂമിൽ കിടക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് നോക്കാമെന്ന്. അമ്മ നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്, കാരണം ഞായറാഴ്ചയായിരുന്നു, സീരിയലൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ കയറി കിടന്ന് ഉറങ്ങി. എൻ്റെ ഒരാഗ്രഹം, എനിക്കിതെന്തായാലും കാണണം, ഇന്ന് കണ്ടേ പറ്റും, ഇല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച വരെ കാത്തുക്കാനുള്ള ഒരിതെനിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ മെല്ലെ തന്നെ ഏട്ടൻ്റെ റൂമിൻ്റെ അടുത്തോട്ട് പോയി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും പെട്ടെന്ന് അമ്മ എഴുന്നേറ്റ് വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് പേടിയായി. കാരണം അമ്മയുടെ റൂം കഴിഞ്ഞ് മാത്രമേ എനിക്ക് എൻ്റെ റൂമിലോട്ടേ കിടക്കാൻ പറ്റൂ. ഞാനിപ്പോൾ ഏട്ടൻ്റെ റൂമിലോട്ടാണ് ഉള്ളത്.
പെട്ടെന്ന് എനിക്ക് ടെൻഷനായി. അമ്മ നേരെ വരുന്നുണ്ടായിരുന്നത് ഏട്ടന്റെ റൂമിലോട്ടാണ്. അമ്മ എന്നെ കണ്ടിട്ടുമില്ല. അമ്മ വേഗം തന്നെ എന്നെ കണ്ട ഉടനെ നീ എന്താടാ ഇവിടെ? ഞാൻ പറഞ്ഞു ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കാൻ. ഫ്രിഡ്ജോ? അതിന് കിച്ചൺ ഇവിടെ അല്ലല്ലോ. എന്ന് പറഞ്ഞ് അമ്മ റൂമിലോട്ട് കയറി. പിന്നീട് ഞാൻ എൻ്റെ റൂമിലോട്ടൊക്കെ പോകുമ്പോഴേക്കും അമ്മയുടെ ഡോറ് ചെറുവാതിൽ തുറന്നിട്ട് അമ്മ ബാത്റൂമിൽ നിന്ന് ഫ്ലഷ് അടിക്കുന്ന സൗണ്ട് കേട്ടു. അമ്മ പുറത്തിറങ്ങും എന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ എൻ്റെ റൂമിലോട്ടേക്ക് പോയി. അങ്ങനെ ഞാൻ പെട്ടെന്ന് റൂമിൽ നിന്ന് എനിക്കൊരു ചിന്ത വന്നു. അല്ല, അമ്മ എന്താണ് ഏട്ടൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ? എനിക്ക് ചോദിക്കാനും മറന്നല്ലോ. എന്നാലും അമ്മ എന്തിനാണ് അവിടെ നിന്നത്? നാളെ രാവിലെ അമ്മയോട് ചോദിച്ചിട്ട് തന്നെയാണ് കാര്യം എന്നൊക്കെ ഞാൻ വിചാരിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ ചിന്ത വന്നുകൊണ്ടേയിരുന്നു. എന്നാലും ഇതെന്താണ് അമ്മ അവിടെ? അങ്ങനെ പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോഴേക്കും അതേ സംഭവം അന്നും കൂടെ നടക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അന്ന് കേട്ട എൻ്റെ ഏട്ടൻ്റെ ഭാര്യയുടെ ശബ്ദമായിരുന്നില്ല, എൻ്റെ അമ്മയുടെ ശബ്ദമായിരുന്നു. ഞാനിത് കേട്ട് ഞെട്ടിപ്പോയി. ഇത് എൻ്റെ അമ്മയാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ മുറിയിൽ നിന്നാണ് ഈ ശബ്ദം, അതും എൻ്റെ അമ്മ. പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയ്ക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അച്ഛൻ മരിച്ചിട്ട് ഇന്നേക്ക് 17 വർഷമായി. ആ കാര്യം കൂടെ ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ അമ്മയുടെ റൂമിൻ്റെ ഡോറിൽ ചെവി വെച്ച് ഒക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയാണോ? എൻ്റെ അമ്മ നല്ല മെലിഞ്ഞിട്ടാണെങ്കിലും അത്യാവശ്യത്തിന് എല്ലാം ഉള്ള ഒരാളായിരുന്നു എൻ്റെ അമ്മ. ഇനി മുതൽ എൻ്റെ ഏട്ടത്തി എനിക്ക് ഓർക്കണ്ട. സ്വന്തം അമ്മയെ വെച്ചിട്ട് എന്തിനാണ് ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയെ ഓർക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ കുട്ടനെ കയ്യിലെടുത്തു. അമ്മയുടെ ഓരോ ശബ്ദത്തിലും ഓരോ കുലുക്കമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പെട്ടെന്നായിരുന്നു അമ്മ ഡോറ് തുറന്നത്. ഡാ, നീ എന്താടാ പിടിച്ചു കുലുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ അമ്മ മെല്ലെ അമ്മയുടെ റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കഥകൾ വീണ്ടും പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ നമ്പറിലോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പം ഞാനൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള കഥകൾ, വീഡിയോസ്, ഫോട്ടോസ്, വീഡിയോ കോൾ ഒക്കെ തന്നെ എൻ്റെ ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പ് തുടങ്ങിയിട്ട് 1 മാസത്തോട്ടായി. 3 ഗ്രൂപ്പാണ് ഇപ്പോൾ ഉള്ളത്. നല്ല രീതിയിൽ അടിപൊളി. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും സാധനങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ നമ്പറിലോട്ട് എനിക്ക് മെസ്സേജ്, ഞാനൊരു സ്കാനർ അയക്കുന്നതായിരിക്കും. അതിലോട്ട് പൈസ അയച്ച ഉടനെ തന്നെ നിങ്ങളെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഉഗ്രമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.